ശബരിമല തന്ത്രി കുടുംബമായ താഴമൺ മഠത്തെ ചൊല്ലി ബി.ജെ.പിയിൽ ഭിന്നത. താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ആവർത്തിച്ചു. രാജീവ് ഒരു വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസുകളിലെ പ്രതിയാണ്. ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേതെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ സംസ്ഥാന ഉപാധ്യക്ഷന്റെ പ്രസ്താവന തള്ളി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. കെ.എസ്. രാധാകൃഷ്ണന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും താന്ത്രിക ചുമതല ആർക്ക് നൽകണമെന്നത് രാഷ്ട്രീയ വിഷയമല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഇതിനിടെ ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ നിന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അടക്കം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരെ പിന്തുണയ്ക്കാനാണോ ബി.ജെ.പി നേതൃത്വത്തിന്റെ തീരുമാനം? മകനെ തന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണോ ഇപ്പോൾ തന്ത്രിയുടെ നീക്കങ്ങൾ? കാണാം RD Extra. താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ഇന്നും ആവർത്തിച്ചു. ശബരിമലയ്ക്കും ഭക്തർക്കും അവമതിപ്പും ദുഃഖവും തന്ത്രി കണ്ഠരര് രാജീവരുണ്ടാക്കി. വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസുകളിൽ പ്രതിയാണ് തന്ത്രി. ഭരണഘടനയ്ക്കും നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് തന്ത്രിയെ മാറ്റാൻ ബോർഡിന് അധികാരമുണ്ട്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേതെന്ന് ബോർഡ് വ്യക്തമാക്കണം. തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ കെ.എസ്. രാധാകൃഷ്ണനെ തള്ളി ബി.ജെ.പി നേതാവ് സന്ദീപ് വാചസ്പതി രംഗത്തെത്തി. ആചാരപരമായ വിഷയങ്ങളിൽ ധർമാചാരി സഭ അഭിപ്രായം പറയും. പാർട്ടി നിലപാട് ബി.ജെ.പി അധ്യക്ഷൻ പറയുമെന്നും സന്ദീപ് വാചസ്പതി വ്യക്തമാക്കി. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ നിന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ ഒഴിവാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. താഴ്മൺ തന്ത്രി സംശയമുന്നിലാണെന്നായിരുന്നു ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. RD Extra ന്യൂസ് മലയാളം. താഴമൺ കുടുംബം തന്ത്രി പദവി ഒഴിയണമെന്ന് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ.എസ്. രാധാകൃഷ്ണനായിരുന്നു ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയത്തിൽ പാർട്ടി നിലപാട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറയുമെന്നാണ് സന്ദീപ് വാചസ്പതി വ്യക്തമാക്കിയത്. താഴമൺ തന്ത്രി സംശയമുനയിലാണെന്നായിരുന്നു ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെയും പ്രതികരണം. ഈ 3 പേരുടെയും പ്രതികരണം ഒന്ന് കാണാം. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമല, ഈ താഴമൺ കുടുംബം ആന്ധ്രയിൽ നിന്ന് ഇവിടെ എത്തുന്നതിന് മുൻപും ശബരിമല ഉണ്ടല്ലോ. അന്നും ശബരിമലക്ക് തന്ത്രി ഉണ്ടാകണമല്ലോ, ശാന്തിയും പൂജയും ഒക്കെ ഉണ്ടാകണമല്ലോ. അപ്പോൾ ആ തന്ത്രിയെ മാറ്റിയിട്ടല്ലേ ഈ തന്ത്രി വന്നത്. ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലും ദേവതകളിലും വിശ്വാസമില്ലാത്തവർ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതികളിലോ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലോ വരാൻ പാടില്ല. ഇതാണ് ബി.ജെ.പിയുടെ അഭിപ്രായം. ബി.ജെ.പിക്ക് ഇതിനകത്ത് സംശയമൊന്നുമില്ല. രാഷ്ട്രീയ നേതൃത്വം അഭിപ്രായം പറയണോ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. ഇത്തരം കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങളിൽ അതിലൊക്കെ ഇവിടെ ഒരു ധർമാചാര്യ സഭയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിലൊരു ധർമാചാര്യ സഭയുണ്ട്, തന്ത്രി മണ്ഡലമുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൽ അഭിപ്രായം പറയട്ടെ. ഇതിനകത്ത് നമ്മുടെ അഭിപ്രായത്തിനല്ലല്ലോ പ്രസക്തി. അതുകൊണ്ട് കെ.എസ്. രാധാകൃഷ്ണൻ സാർ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് പ്രതികരണമില്ല. കാരണം അത് പ്രതികരിക്കാൻ ഞാൻ ആളല്ല. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്ത്രി കുടുംബത്തിനാണ് അവകാശം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോൾ താഴമൺ തന്ത്രി സംശയത്തിൻ്റെ നേരിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എൻ്റെ മകനെ വയ്ക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇതിൽ യുക്തിസഹമായി ചിന്തിച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടും ഞാൻ ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷനൊപ്പമാണ്. സനീഷോ? അല്ല, ഞാനും അതെ, ഈ വിഷയത്തിലത്. അതിനകത്ത് അസാധാരണമായൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അസാധാരണമായ സാഹചര്യം ഈ താഴമൺ തന്ത്രി കുടുംബത്തിനെതിരായിട്ടുള്ള വിമർശനം വന്നതുകൊണ്ടല്ല, മറിച്ച് ബി.ജെ.പി എന്ന് പറയുന്ന വളരെ സോളിഡായിട്ടുള്ള ഒരു കേഡർ പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് RSS പോലെ വലിയൊരു സംവിധാനമുള്ള ഒരു പാർട്ടിക്കകത്ത് കേരളത്തിൽ ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കിയിരുന്ന കാലത്ത്, രാജ്യം മുഴുവൻ അവർ ഭരിക്കുന്ന കാലത്ത്, ഒരു വളരെ സോളിഡായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടിക്കകത്ത് ഇതുപോലെ 2 അഭിപ്രായം. അതുമാത്രമല്ല, ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പാർട്ടിയുടെ 2ാമത്തെ ആളെന്നല്ലേ നമ്മൾ മനസ്സിലാവും, വൈസ് പ്രസിഡന്റ് അല്ലേ, 2ാമത്തെ അല്ലെങ്കിൽ 2ാം ലെയറിലുള്ള ആൾ എങ്കിലുമാണ്. അദ്ദേഹമാണെങ്കിൽ വ്യക്തിപരമായിട്ട് BC ഒക്കെ ആയിരുന്ന ആളാണ്. വളരെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, പിന്നെ നേരത്തെയും പല പൊതു പദവികളൊക്കെ വഹിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയമായിട്ട് ഇതിലെ അഭിപ്രായമൊക്കെ പലർക്കും പലതരത്തിലുണ്ടാകും. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളുള്ള അഭിപ്രായം പറയുന്നുള്ള അവകാശം ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലക്ക് കിട്ടുന്ന ഒരു സംഗതി മാത്രമല്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അങ്ങനെയുള്ളതാണ്. അദ്ദേഹത്തിന് അത് പറയാം. അപ്പോൾ
അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇതിപ്പോൾ വാക്കുകൾ കേട്ടില്ലേ, BJPയുടെ അഭിപ്രായം ഇതാണ്. BJP ആയിട്ട് അദ്ദേഹം പറയുന്നത്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ BJP ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സന്ദീപ് വായസ്പതി നമ്മുടെ സുഹൃത്താണെങ്കിലും, നമ്മുടെ രണ്ടുപേരുടെ സുഹൃത്തും സഹപ്രവർത്തകർക്കായിരുന്ന ആളാണെങ്കിലും സന്ദീപ് വായസ്പതി അദ്ദേഹത്തിൻ്റെ താഴെ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ വരൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപിനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എതിർക്കാൻ ആളല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും എതിർക്കുകയാണ്. അപ്പോൾ എതിർക്കാൻ ഇവിടെ രണ്ടുപേരിൽ ആരാണ് BJP എന്ന് ചോദിച്ചാൽ അത് KS രാധാകൃഷ്ണനാണ് BJP. പക്ഷേ ഇപ്പുറത്ത് പ്രസിഡന്റ് ആണെങ്കിൽ തിരിച്ചൊരു അഭിപ്രായം പറയുന്നുണ്ട്, അല്ലേ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനേക്കാൾ മുകളിലായതുകൊണ്ട് അവിടെ രാജീവ് ചന്ദ്രശേഖരാണ് പാർട്ടിയുടെ നിലപാട് പറയേണ്ട ആൾ എന്ന നിലയ്ക്കും വരികയാണ്. അപ്പോൾ ഇതാകെപ്പാടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കോൺഗ്രസിനകത്താണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം കോൺഗ്രസ്സുകാർ പല അഭിപ്രായം പലതും പറയുന്ന തരം പാർട്ടിയാണ്. പക്ഷേ അവരതിനെ ജനാധിപത്യ പാർട്ടി എന്ന് വിളിക്കും. പക്ഷേ BJPയും CPM ഏതാണ്ട് ഈ കാര്യത്തിൽ സമാനതകളുള്ളൊരു സംവിധാനമാണ്, ഒരു അഭിപ്രായമേ പാടുള്ളൂ. അപ്പോൾ ഇന്ന് മാത്രമല്ല, ഇത് പിന്നെ CPMകാർ വല്ല വിപ്ലവത്തെക്കുറിച്ചോ ജനകീയ ജനാധിപത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തെക്കുറിച്ചൊക്കെയോ പറയുന്ന പോലെയാണ് ശബരിമലയെക്കുറിച്ചിട്ട് KS രാധാകൃഷ്ണൻ പറയുമ്പോൾ. കാരണം ഇത് അവരുടെ കോർ ഐഡിയോളജിയുടെ ഒരു ഭാഗമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവർക്ക് രണ്ടഭിപ്രായമോ എന്നത് BJPക്കാരെ RSകാരെയും ആകപ്പാടെ പ്രയാസത്തിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പരിഹരിക്കുമായിരിക്കും. പിന്നെ അപ്പോൾ അതുകൊണ്ട് വളരെ അസാധാരണമായ സാഹചര്യം ഉണ്ടായി വന്നിരിക്കുന്നു. പിന്നെ ഹർഷൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ KS രാധാകൃഷ്ണൻ സാർ പറഞ്ഞതിൻ്റെ കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെങ്കിലുമൊക്കെ പറയണ്ടേ. ഇപ്പോൾ കുടുംബം വഴിയായിട്ട് അദ്ദേഹം ചോദിക്കുന്ന വളരെ ഇപ്പോഴാണിത് കേട്ടത്. അതായത് അദ്ദേഹം ചോദിക്കുന്ന ആന്ധ്രയിൽ നിന്ന് ഇവർ വരുന്നതിന്, ഈ കുടുംബം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ശബരിമല ഉണ്ടല്ലോ, ശബരിമലയിൽ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവിടെ ശാന്തി ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് അനാദികാലം മുമ്പ് തന്നെ ഈ താഴമൺ കുടുംബത്തിനാണ് ഈ താന്ത്രികാധികാരമുള്ളത് എന്നത് ഒരു തെറ്റായ ധാരണയായിരിക്കും അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ തന്ത്രി കുടുംബത്തിന് ഈ കുടുംബത്തിന് തന്നെ ഇങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ചില ആളുകൾക്കുള്ളിലെങ്കിലും വരുമല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒന്ന്, അങ്ങനെ താവഴിയിൽ ഇങ്ങനെയാണ് താവഴിയാണോ അല്ലെങ്കിൽ അങ്ങനെ വഴിയിൽ ഇങ്ങനെ പാരമ്പര്യ വഴിയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ അതിന് കൊടുക്കേണ്ടുന്ന ഒരു ബഹുമാനം പിതാവിൻ്റെ വഴി, താവഴി എന്ന് പറഞ്ഞാൽ തായ് വഴി എന്നാണല്ലോ അർത്ഥം, അത് തെറ്റിപ്പോവും. അപ്പോൾ ഈ പറയുന്ന അതിന് കൊടുക്കേണ്ടുന്ന ഇങ്ങനെ കുടുംബ പാരമ്പര്യ പ്രകാരം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഈ പറയുന്ന കുടുംബ പാരമ്പര്യം കൊണ്ട് മാത്രം തങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ദൈവത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ ശാന്തി പദവിയെ, ഈ വിശുദ്ധമായിട്ടുള്ള പദവിയെ അതർഹിക്കുന്ന വിശുദ്ധിയോടെയാണോ ഇവരെല്ലാവരും വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നത്? ഇത് വ്യക്തികളാണ്. ആ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ചോദ്യം സ്വാഭാവികമായിട്ടും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ആകെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ പല കേസുകളിലായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ച ഈ പറയുന്ന ഗുണ്ടാപ്പണിയും മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ കുടുംബത്തിൽ ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തെയാണ് ഏറ്റവും പരിശുദ്ധമായിട്ട് കാണുന്ന ശബരിമല സന്നിധാനം എന്നത് അങ്ങേയറ്റം വലിയ ഒരു പരിശുദ്ധ സ്ഥലമായിരിക്കുന്ന അവിടെ ശാന്തി ഈ പറയുന്ന പൂജാരി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒരു കുടുംബ വഴിയായിട്ട് കിട്ടുകയാണെങ്കിൽ അവരതിനോട് മിനിമം മര്യാദയെങ്കിലും പുലർത്തണ്ടേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ടാകും. അപ്പോൾ അതേക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരാൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ അതിനൊപ്പമല്ലേ നിൽക്കുക. ഞാനും വർഷവും അങ്ങനെയാണ്, അത് ശരിയാണല്ലോ അദ്ദേഹം പറയുന്നതെന്ന് തോന്നലാണ് ഉണ്ടാവുക. കാരണം ഇത് പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ കടുത്ത വാക്കുകളാണ്. അതായത് അവിടെ ആചാര ലംഘനം നടത്തിയ മനീതി സംഘം പോലും ഇത്ര വലിയ കുഴപ്പക്കാരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കടുത്ത വാക്കുകളിലാണ് അദ്ദേഹം നിഗ്രഹിക്കുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിസ്സാരമായിട്ട് BJPക്ക് അയ്യോ അങ്ങനെയല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകളുടെ വൈകാരികമായിട്ടുള്ള ഒരു നിലപാടിനെ, അഭിപ്രായ പ്രകടനത്തെ ആണ് അദ്ദേഹം ശബ്ദത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് കുറേ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. അതെ, ഇല്ല ഇതിനകത്ത് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന നിലയ്ക്ക് ഇവരുടെ ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായി കിട്ടിപ്പോരുന്ന, അനുഭവിച്ചു പോരുന്ന ഒരു സംഗതിയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയൊന്നും ആളുകൾക്ക് പൊതുവെ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആളുകൾക്ക് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന തരത്തിൽ കാര്യങ്ങളെ എത്തിച്ചു കൊടുത്തതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്തായാലും ശബരിമലയിലെ തന്ത്രിമാർക്കുണ്ട്. കാരണം നിരന്തരം ഒരു വിവാദങ്ങളിൽ ചെന്ന് പെട്ടതോടെയാണ് ആളുകൾക്ക് കുറേയൊക്കെ ഇതിനെക്കുറിച്ച് എന്തോ ധാരണയായി തുടങ്ങിയത്. ഇതിപ്പോൾ പരമ്പരാഗതമായാണ് തന്ത്രി പദവി ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം തന്ത്രി പദവി ലഭിക്കാൻ മറ്റെന്തെങ്കിലും ഒരു യോഗ്യത കൂടി വേണ്ടേ എന്നുള്ളതാണ്. അതായത് വെറുതെ തന്ത്രി പദവി, അച്ഛൻ തന്ത്രി ആയതുകൊണ്ട് ഞാനും തന്ത്രി എന്ന മട്ടിൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഇല്ലാതെ തന്നെ സമ്പത്ത് അനുഭവിക്കാനുള്ള ഒരു മാർഗം, എല്ലാ കാലത്തേക്കുമുള്ള തൊഴിൽ എന്ന മട്ടിൽ ഇങ്ങനെ തലമുറയായി കൊണ്ടു നടക്കാം എന്നുള്ളതാണ്. അത് പക്ഷേ അതിന് അങ്ങനെ ശരി, അങ്ങനെ ഇനിയിപ്പോൾ അത് അങ്ങനെയാണ്, അങ്ങനെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ
അത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു മാന്യതയുണ്ടല്ലോ, അതെപ്പോഴും പാലിക്കേണ്ടതുണ്ടല്ലോ, അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ ശോഭാ ജോൺ എന്ന് പറയുന്ന വനിതാ ഗുണ്ടയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അന്ന് ഇദ്ദേഹം കണ്ഠര് മോഹനര് ആദ്യം വിവാദത്തിൽ പെടുന്നത്. അതിനുശേഷം അന്ന് അദ്ദേഹം പ്രശ്നത്തിൽ പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ വരുന്നുണ്ട്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനം അളക്കാൻ പ്രത്യേകം ശ്രമം നടത്തി. അവസാനം മനസ്സിലായത് ഒരു ബേസിക് എന്താ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാവുന്ന മന്ത്രങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയില്ല. അതാ പറഞ്ഞത്, അറിയില്ല. അതായത് അതൊക്കെ ഇപ്പം നമുക്ക് പച്ചവെള്ളം പോലെ നമ്മൾ ചൊല്ലിക്കൊടുക്കാം. അതെ, അതൊക്കെ മതിയെങ്കിൽ നമ്മൾ റെഡിയാണ് ഈ പണിക്ക്. പക്ഷേ അത് ആ മന്ത്രങ്ങൾ പോലും അറിയില്ല തന്ത്രിക്ക് എന്നാണ് ജസ്റ്റിസ് പരിപൂർണൻ കണ്ടെത്തിയത്. അദ്ദേഹം അന്തം വിട്ടുപോയി. ഇത് കണ്ടു. അതെ, അത് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്നുള്ളത് അറിഞ്ഞിട്ട് അദ്ദേഹം അന്തം വിട്ടു പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? കണ്ഠര് രാജീവരർ വരുന്നു. കണ്ഠര് രാജീവരർ 13-ാം പ്രതിയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ. മാത്രമല്ല, നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്, ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ സംശയങ്ങൾ ആദ്യം മുതലുണ്ട്. പക്ഷേ തന്ത്രിയിലേക്ക് എത്തുന്നതിന് സ്വാഭാവികമായും അതൊരു വലിയ അധികാര കേന്ദ്രം എന്നുള്ളത് കൊണ്ട് SIT അടക്കം കുറച്ച് വൈകി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തന്ത്രിയുടെ തീരുമാനങ്ങളാണ് ശബരിമലയിൽ അന്തിമമാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് സംശയിക്കേണ്ട ഒരു സ്ഥാനത്ത് കൂടിയാണ് തന്ത്രി ഇരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി. തന്ത്രിയിലേക്ക് എത്തി, തന്ത്രി ഇതിൽ പ്രതിയുമായി. അപ്പോൾ പ്രതിയായ ഉടനെ തന്നെ മകന് കൊടുത്ത് രക്ഷപ്പെടുക. നേരത്തെ കണ്ഠര് മോഹനർ എന്താ ചെയ്തത്? അച്ഛനെ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് നല്ല പ്രായമായിരിക്കായിരുന്നു കണ്ഠര് മഹേശ്വരർ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് തീരെ വയ്യ എന്നായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മഹേഷ് മോഹനർക്ക് കൊടുത്തു. അങ്ങനെ വലിയ തട്ടുകേടില്ലാതെ അദ്ദേഹം അത് മകന് കൈമാറാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇവിടെ ഇപ്പോൾ അടുത്ത ക്രിമിനൽ കേസ് വന്നിരിക്കുകയാണ്. ഇത് മറ്റതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അത് കണ്ഠര് മോഹനരെ പറ്റിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്തതാണ് കേസെങ്കിൽ ഇതങ്ങനെയല്ല. ഇദ്ദേഹം തന്നെയാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഈ നറുക്കെടുപ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതൊരു പ്രശ്നമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് രോഗാവസ്ഥയുണ്ട്, അതുകൊണ്ട് മകനെ ആക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ഠര് മഹേശ്വരരൊക്കെ വളരെ പ്രായമാവുന്നത് വരെ അദ്ദേഹം പൂജ ചെയ്തിരുന്നു, അവിടെ തന്ത്രിസ്ഥാനത്തിരുന്നിരുന്നു. അത് വെച്ച് നോക്കിയാൽ കണ്ഠര് രാജീവർക്കൊന്നും അങ്ങനെയുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് അത് ഇങ്ങനെ ആലോചിക്കുന്നത്. ഇതിങ്ങനെ കൈമാറേണ്ടതുണ്ടോ എന്ന് പുനരാലോചിക്കേണ്ടതുണ്ട് എന്ന് ഈ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതിനൊപ്പമാണ് ഞാൻ. കാരണം ഇത് 1905 എങ്ങാണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു തന്ത്രി കുടുംബത്തെ ഇത് ഏൽപ്പിക്കുന്നത്, അത് പന്തളം രാജകുടുംബം ഏൽപ്പിക്കുന്നത് അങ്ങനെ, അല്ലെങ്കിൽ അതിന് മുമ്പ് മറ്റൊന്നായിരുന്നു അവിടുത്തെ സ്ഥിതി എന്നുള്ളത് യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. വേണമെങ്കിൽ അന്വേഷിച്ച് പിടിക്കാവുന്ന തരത്തിൽ തന്നെ ഈ കാര്യങ്ങളും എല്ലാം ലഭ്യമായിരിക്കെ അങ്ങനെ ആ കാലത്തൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് വീണ്ടും ഒരു മാറ്റം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനങ്ങനെ സംഭവിക്കുന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ച വിഷയം ആരെങ്കിലും ഇതൊക്കെ പറയണല്ലോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കും. പക്ഷേ ഈ രാഷ്ട്രീയക്കാരെല്ലാം ചേർന്നിട്ട് അതിനെ അങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, സംഭവിക്കാൻ സമ്മതിക്കില്ല. അത് ഈ പറഞ്ഞ മട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് വരാൻ സാധ്യത. മാത്രമല്ല, ഈ യോഗക്ഷേമ സഭയൊക്കെ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ ഇദ്ദേഹത്തെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി ഇനിയിപ്പോൾ വേറെ ആരെ വെക്കും എന്നുള്ള ചോദ്യമാവും പിന്നീട് വരിക. പിന്നെ അവിടെ തന്ത്രിസ്ഥാനത്ത് ബ്രാഹ്മണൻ തന്നെ വേണോ എന്നുള്ള ചർച്ചയും സമാന്തരമായി വേറെ നടക്കും. തന്ത്രിമാരും മറ്റുള്ളവർക്കും ആകാവുന്നതൊക്കെ ഉള്ളൂ, പക്ഷേ അങ്ങനെ തന്ത്രിമാരുമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചർച്ച നടക്കട്ടെ പല വഴിക്ക്. ശബരിമലയ്ക്കും ഭക്തർക്കും ഇത്ര അവമതിപ്പുണ്ടാക്കിയ കുടുംബം വേറെ ഇല്ലെന്നും ആചാരലംഘനം നടത്തിയ മനീതി സംഘം പോലും ഇത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ലെന്നും ഉൾപ്പെടെയുള്ള കടുത്ത ആരോപണങ്ങളാണ് തന്ത്രിക്കെതിരെ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഉന്നയിക്കുന്നത്. കണ്ഠര് മോഹനരെ ലൈംഗിക ബ്ലാക്ക്മെയിലിംഗിൽ അകപ്പെടുത്തിയ സംഭവം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കെ എസ് രാധാകൃഷ്ണന്റെ ആരോപണമെന്നതാണ് ശ്രദ്ധേയം. തന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട മോഹനര് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന CK ഗുപ്തൻ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന വെളിപ്പെടുത്തൽ വന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സംസ്കൃതം പോലും അറിയാത്തതിന്, സംസ്കൃതമെന്നല്ല വളരെ ലളിതമായ മന്ത്രങ്ങൾ അറിയാത്തതിന് ജസ്റ്റിസ് KS പരിപൂർണന് മുന്നിൽ കണ്ഠര് മോഹനര് തലകുനിച്ചു നിന്നത് നമ്മളാരും മറന്നിട്ടുണ്ടാവാനിടയില്ല. പിന്നീട് ശബരിമലയിലെ ഏറ്റവും ഉന്നത സ്ഥാനീയരായിരുന്ന കണ്ഠര് രാജീവരർ സ്വർണ്ണ കേസിലാണ് അറസ്റ്റിലാവുന്നത്. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തട്ടിപ്പിന് എല്ലാ വഴിയും തുറന്നു കൊടുത്തത് കണ്ഠര് രാജീവരരാണ് എന്നായിരുന്നു SIT കണ്ടെത്തൽ. എന്തായാലും ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് വീണ്ടും നിലയുറപ്പിക്കാനാണ് മകനെ മുന്നിൽ വെച്ചുള്ള കണ്ഠര് രാജീവരരുടെ നീക്കമെന്ന് വ്യക്തം.
എന്താണെങ്കിലും ശബരിമലയിലെ അടുത്ത തന്ത്രി ആരായിരിക്കുമെന്നും വിഷയത്തിൽ BJP എന്താകും നിലപാട് അന്തിമമായി സ്വീകരിക്കുന്നതെന്നും കാത്തിരുന്ന് തന്നെ കാണാം. അടുത്ത വിഷയത്തിലേക്ക്.